സ്നേഹവന്ദനം. നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നാലും നമ്മളെ ബലപ്പെടുത്തുന്നതാണ് ദൈവശബ്ദം. നമ്മൾ കടന്നു പോകുന്ന പ്രതികൂലത്തിനകത്ത് നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ ദൈവശബ്ദത്തിന് കഴിയും. ഒരുപക്ഷെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഒത്തിരി മുറിവേറ്റിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, വേദനപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ, കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇരമ്യാ പ്രവചനം 33-ാം അധ്യായം നമ്മൾ വായിക്കുവാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രാരംഭത്തിൽ ഇങ്ങനെ വായിച്ചു തുടങ്ങുന്നു. ഇരമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം അവനുണ്ടായതെന്തെന്നാൽ, വലിയ നല്ല സാഹചര്യത്തിലൊന്നുമല്ല താൻ ഇരിക്കുന്നത്. കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലിരിക്കുകയാണ്. സന്തോഷകരമായ അനുഭവമൊന്നുമല്ല, നല്ല സമാധാനമുള്ള ഒരു അനുഭവമല്ല. താൻ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ആ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം താൻ കേൾക്കുകയാണ്. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇരിക്കുന്ന സാഹചര്യത്തിൽ, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ, നിങ്ങൾ ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിനകത്താണെങ്കിലും ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാൻ കഴിയും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കും. ഒരു ഹോസ്പിറ്റൽ റൂമിനകത്ത് കിടന്ന് ഒരുപക്ഷെ ആരുടെയും സഹായം പോലും ഇല്ലാതെ എഴുന്നേറ്റിരിക്കുവാൻ കഴിയാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയാം, ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാൻ കഴിയും. നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സാഹചര്യത്തിനകത്ത് ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിക്കുവാൻ ദൈവത്തിന് കഴിയും. ആ ഭാഗം ഇങ്ങനെ വായിക്കുമ്പോൾ പറയുന്നു, 33-ാം അധ്യായം വായിച്ചു, കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ പറയുകയാണ്, 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ബലപ്പെടുത്തുകയാണ്, ഞാൻ നിനക്ക് ഉത്തരമരുളും, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. നിൻ്റെ സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, നിൻ്റെ എന്തവസ്ഥയുമായിക്കൊള്ളട്ടെ, നീ ഒരു കാര്യം ചെയ്യുക, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളോട് ദൂതായി കൈമാറുന്നു. നിങ്ങളിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുന്ന് നിങ്ങൾ യേശു കർത്താവിനെ ഒന്ന് വിളിച്ചപേക്ഷിക്കുക. യഹോവയോടൊന്ന് വിളിച്ചപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കറിയാത്തതും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങളെ അവൻ നിങ്ങളെ അറിയിക്കും. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം കർത്താവിനൊരു പ്രശ്നമല്ല, അത് ദൈവത്തിനൊരു അത് ദൈവത്തിനൊരു ചിന്തിക്കേണ്ട കാര്യമേ. നിങ്ങൾ ഏത് സാഹചര്യത്തിലിരുന്നാലും ആ സാഹചര്യത്തിൽ നിങ്ങൾ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കുത്തരമഴുവാൻ യഹോവ റെഡിയാണ്. നിന്റെ സാഹചര്യം ദൈവത്തിന് പ്രശ്നമല്ല ദൈവമക്കളെ. നിന്റെ ആ രോഗം ദൈവത്തിന് പ്രശ്നമല്ല, നിന്റെ ആ ബുദ്ധിമുട്ട് ദൈവത്തിന് പ്രശ്നമല്ല. നീ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി ഉത്തരമരുളുവാൻ യഹോവയ്ക്ക് കഴിയും. ഇവിടെ പറയുന്നു, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. നീ അറിയാത്ത കാര്യങ്ങൾ, നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, നിനക്ക് മഹത്തായ കാര്യങ്ങൾ നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്റെ സാഹചര്യത്തിനകത്ത് ഇറങ്ങി വന്ന് നിന്നെ അറിയിക്കും. ആ ഭാഗം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ അതേ അധ്യായത്തിൽ തന്നെ പറയുകയാണ്, ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി പണ്ടത്തെ പോലെയാക്കും. നീ വിളിച്ചപേക്ഷിച്ച് കഴിഞ്ഞാൽ നിന്റെ സ്ഥിതിയെ മാറ്റി. നീ പണ്ടൊരു പക്ഷെ നല്ല നിലയിൽ ജീവിച്ചു, പക്ഷേ ഇപ്പോൾ നിനക്കതിന് കഴിയുന്നില്ല. നിന്റെ സാഹചര്യം വളരെ മോശമാണ്, നിന്റെ ആരോഗ്യം മോശമാണ്, കുടുംബത്തിൻ്റെ അവസ്ഥ മോശമാണ്. പക്ഷെ നീ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ സ്ഥിതിയെ പണ്ടത്തതിനെ പോലെയാക്കുവാൻ കർത്താവിന് കഴിയും. ഇന്ന് രാത്രി ഈ ദൂതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. ഹല്ലേലൂയ. എൻ്റെ സ്ഥിതിയെ മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. എൻ്റെ ഏത് പ്രതികൂലത്തിനകത്തും എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് സംസാരിക്കുവാൻ കഴിവുള്ളൊരു കർത്താവുണ്ട്. ആ കർത്താവിൽ ആശ്രയിക്കുക. ആമേൻ.